മെയ് അവസാനത്തിൽ ശുക്രൻ്റെ സംക്രമണമാണ്. അത് ചില നക്ഷത്ര ജാതകർക്ക് വളരെയേറെ നേട്ടങ്ങൾ നൽകും. ഇവരുടെ ജീവിതത്തിലെ സകലവിധ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടുവാനുള്ളൊരു യോഗം ഇത് നിമിത്തം വന്നു ചേരും. കുതിച്ചുയരുക തന്നെ ചെയ്യും, കത്തിജ്വലിക്കുക തന്നെ ചെയ്യും. നേട്ടങ്ങളുടെ ഒരു വലിയ പെരുമഴ ഈ നക്ഷത്ര ജാതകർക്ക് മുന്നിൽ തുറക്കപ്പെടും. ഏറ്റവും അധികം ഭാഗ്യവും നേട്ടവും ഐശ്വര്യവും ഒക്കെ വന്നു ചേരുന്ന, ജീവിതത്തിലെ സകല പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇവർക്ക് ശുക്രൻ ഉദിക്കും ഇവരുടെ ജീവിതത്തിൽ. ഇവരുടെ സകലവിധ കഷ്ടപ്പാടുകളും മാറിക്കിട്ടും. ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടും. ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. എല്ലാ രീതിയിലും സമൃദ്ധി ഒരുപാട് വന്നു ചേരുന്നത് മേടൻ രാശിക്കാർക്ക് തന്നെയാണ്. മേടൻ രാശിക്കാർക്ക് ശുക്രൻ്റെ ഈ രാശിമാറ്റം വളരെയേറെ ഗുണം ചെയ്യും. അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ശുക്രൻ്റെ രാശിമാറ്റം ഗുണം ചെയ്യും. ഇവരുടെ സമ്പത്ത് വർദ്ധിക്കും. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും ഇവർക്ക് മാറിക്കിട്ടും. ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഇവർ. ജീവിതത്തിൽ ഇനി അനുഭവിക്കാൻ വല്ലതും ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ തന്നെ പറയും, തിരുമേനി ഞങ്ങളിതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞതാ. തിരുവേനി പറയുന്ന കോടീശ്വര യോഗമൊക്കെ ഞാൻ ഒരുപാട് കേട്ടതുവാ എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. എന്നാൽ മേടൻ രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ്റെ രാശി മാറ്റം ഇവർക്ക് വലിയൊരു കോടീശ്വര യോഗം നൽകും. എല്ലാം അനുകൂലമായ രീതിയിൽ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും. ജീവിതത്തിൽ ഒന്നിനു പിറകെ ഒന്നായി പുതിയ പുതിയ മാറ്റങ്ങൾ ഇവർക്കുണ്ടാകും. മേടൻ രാശിക്കാരായ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇനി സമയം മാറുകയാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് ഈ നക്ഷത്ര ജാതകർക്ക് കുതിച്ചുയരുവാൻ കഴിയും. 2025 മെയ് അവസാനത്തോടുകൂടി ഇതിൻ്റെ ഒരു ഗുണാനുഭവം ഇവർക്ക് അനുഭവിച്ചു തുടങ്ങാൻ കഴിയും. നമ്മൾ കുതിച്ചുയരുക എന്ന് പറഞ്ഞാൽ അവർക്ക് ധനപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകാം, ഭാഗ്യ പരീക്ഷണങ്ങളിൽ വിജയിക്കാം, അതായത് ലോട്ടറിയൊക്കെ എടുക്കുക, അതുപോലെ തന്നെ ഈ ചിട്ടി, ലോണ്, ഇതിൽ നിന്നുമൊക്കെ ഇവർ പ്രതീക്ഷിക്കാതെ ധനം വന്നു ചേരും. അതുപോലെ തന്നെ സാമൂഹിക മറ്റ് മേഖലകളിലൂടെ പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും അതിൽ നിന്നുമൊക്കെ നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഉയർച്ചയും സ്ഥാനമാനങ്ങളും ഒക്കെ ലഭിക്കും. ഏതായാലും ശുക്രൻ്റെ രാശിമാറ്റം മേടൻ രാശിക്കാരെ സംബന്ധിച്ച് ലോട്ടറി അടിക്കാനും ധനപരമായി ഒരുപാട് നേട്ടമുണ്ടാക്കാനും വീട് വയ്ക്കാനും കാറ് വാങ്ങാനും എന്ന് വേണ്ട സകല സമസ്ത മേഖലകളിലും ഇവർക്ക് വിജയിക്കുവാനൊക്കെ കഴിയുന്ന ഒരു അവസരമായി ഇതിനെ കണക്കാക്കാം. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറാൻ പോവുകയാണ്. രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയുകയാണ്. അടുത്തെന്ന് പറഞ്ഞാൽ മിഥുനൻ രാശിക്കാരാണ്. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് വരുമാനമൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ബിസിനസ്സിലൊക്കെ വലിയ വിജയം വന്നു ചേരുന്ന സമയമാണ്. മകയിരത്തിനും തിരുവാതിരയ്ക്കും പുണർത്തത്തിനും ജീവിതത്തിൽ ആഗ്രഹിച്ചതൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ ഈ ഒരു സമയം കഴിയുന്നു. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും. അതുപോലെ തന്നെ കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കുക. കടം വാങ്ങരുത്, അതുപോലെ തന്നെ കടം കൊടുക്കുകയും ചെയ്യരുത്. പ്രണയ ജീവിതത്തിൽ കാര്യങ്ങളൊക്കെ അനുകൂലമായി വരും. പ്രണയബന്ധത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിവാഹത്തിലേക്ക് എത്തുവാനുള്ള യോഗമൊക്കെ വന്നു ചേരുന്നു. അതുപോലെ തന്നെ ദമ്പതികൾ തമ്മിൽ പിണക്കമൊക്കെ ഉണ്ടെങ്കിൽ ആ പിണക്കമൊക്കെ മാറി ഒന്നിക്കുവാനുള്ള ഒരു സാഹചര്യമൊക്കെ വന്നു ചേരുന്ന സമയം തന്നെയാണ്. ഏതായാലും നല്ല നാളുകൾ തന്നെയാണ് മിഥുനൻ രാശിക്കാരായ ഇവർക്ക് വന്നു ചേരുന്നത്. മകയിരത്തിനും തിരുവാതിരയ്ക്കും പുണർത്തത്തിനും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വരും. ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം. അവിടെ വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക. അടുത്തെന്ന് പറഞ്ഞാൽ ചിങ്ങൻ രാശിക്കാരാണ്. ചിങ്ങൻ രാശിക്കാർക്ക് ശുക്രൻ്റെ സംക്രമണത്തിലൂടെ നേട്ടങ്ങൾ അനവധി വന്നു ചേരും. പുതിയ പുതിയ അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുക. ബിസിനസ് വിജയിക്കുക.
ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുക, ബിസിനസ് പുതിയതായിട്ടൊക്കെ തുടങ്ങാൻ കഴിയുക, പരാജയപ്പെട്ട ബിസിനസ്സിൽ നിന്നൊക്കെ ഒരു കരകയറാൻ സാധിക്കുക, പങ്കാളിയോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കുക, പേരും പ്രശസ്തിയും ഉണ്ടാകുക. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ചിങ്ങൻ രാശിക്കാർക്ക് വന്നു ചേരും. ചിങ്ങൻ രാശിയിലെ മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഇത് സമയം തെളിയുന്നതിൻ്റെ കാലം തന്നെയാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയുന്ന സമയമാണ്. ഉയർച്ചയുടെയും ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഒക്കെ സമയം. ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ നേടിയെടുക്കുന്ന സമയം. ഇവരെ സംബന്ധിച്ച് ഇനി തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല. അത്രയധികം നല്ല സമയമാണ് ഇത്. പ്രശ്നമാർഗം, അതുപോലെ തന്നെ പഞ്ചാംഗം, ജ്യോതിഷ ദീപമാല, പ്രശ്നമാല, ഹോരശാസ്ത്രം, ജ്യോതിഷ ദീപശിഖ, ഇതൊക്കെ മിക്ക ജ്യോതിഷ പുസ്തകങ്ങളും വായിച്ച് അറിഞ്ഞതിൻ്റെ അറിവ് പ്രകാരമാണിത് പറയുന്നത്. ചിങ്ങൻ രാശിക്കാർക്ക് ശുക്രൻ്റെ സംക്രമണത്തിലൂടെ അനവധി നേട്ടങ്ങൾ വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിക്കും. അതുപോലെ തുലാൻ രാശിക്കാർക്കും ഇനി നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരാൻ പോകുന്നു. തുലാൻ രാശിക്കാരുടെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. ചിത്തിരയ്ക്കും ചോതിക്കും വിശാഖത്തിനും ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ്. തുലാൻ രാശിക്കാരുടെ അധിപനാണ് ശുക്രൻ. അതിനാൽ ഈ സംക്രമണം തുലാൻ രാശിക്കാർക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ സമ്മാനിക്കും. ബിസിനസ്സിൽ ലാഭമുണ്ടാകും. പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കാൻ അനുകൂലമായ സമയമാണ്. ജോലിയിൽ പുതിയ അവസരങ്ങൾ തേടിയെത്തും. ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ച് നല്ലോണം മുന്നേറിയാൽ മതി. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരും. അതുപോലെ ധനുരാശിക്കാർക്കും ശുക്രൻ്റെ സംക്രമണത്തോട് നല്ല കാലം തുടങ്ങാൻ പോവുകയാണ്. പണം ധാരാളം വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും. പ്രണയബന്ധങ്ങളിലും സന്തോഷമുണ്ടാകും. ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് വിജയം വന്നു ചേരും. അതുപോലെ തന്നെ കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടെയൊക്കെ പോകാൻ സാധിക്കും. നിക്ഷേപങ്ങളാൽ ലാഭം വന്നു ചേരുന്ന സമയമാണ്. സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു നിറയുന്ന സമയം തന്നെയാണ്. ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. ഏതായാലും ഈ ശുക്രൻ്റെ സംക്രമണം ഇവർക്ക് വലിയ നേട്ടം, വലിയൊരു ഉയർച്ച ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും. നല്ലതുകൾ മാത്രമേ ഇവർക്ക് വന്നു ചേരുകയുള്ളൂ. ജീവിതത്തിലെ സകല പ്രതിസന്ധികളും ഇവർക്ക് അവസാനിച്ച് കിട്ടും. ധാരാളം ധനം വന്നു ചേരുന്നു. അതുപോലെ തന്നെ വീട്, വസ്തു, വാഹനം ഒക്കെ വാങ്ങാനുള്ള യോഗം വന്നു ചേരുന്നു. നല്ല സന്തോഷത്തോടുകൂടി കഴിയുവാനുള്ള യോഗം വന്നു ചേരുന്നു. വീട്ടിൽ വഴക്കില്ല, പ്രശ്നങ്ങളില്ല, ഒന്നുമില്ലാതെ പോകുന്നു. അതുപോലെ മധ്യസ്ഥതയൊന്നും നിൽക്കരുത് ഈ പറഞ്ഞ നക്ഷത്ര ജാതകരൊന്നും. നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ പോകണം. ശിവക്ഷേത്രത്തിൽ മഹാമൃത്യുഞ്ജയ ഹോമം നടത്തിയിരിക്കണം. ഒരുപാട് ശത്രുക്കളൊക്കെ ഉണ്ട്, ശത്രുദോഷമൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ മാറണം. ദേവീക്ഷേത്രത്തിലും ദർശനം നടത്തണം. കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോകുക. ഭാഗ്യാനുഭവങ്ങൾ ഇനി നിങ്ങളുടെ മേൽ ചൊരിയും. ആശിച്ചതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. നല്ലതുകൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.